പ്രിയപ്പെട്ടവരെ, പ്രകൃതിയെയും പ്രകൃതിയുടെ സകല ചരാചരങ്ങളോടുമുള്ള എൻ്റെ അടങ്ങാത്ത പ്രണയം എന്നെ കൊണ്ടെത്തിച്ചത് വേറൊരു മനോഹര കാഴ്ചയിലേക്കാണ്. ചെത്തിച്ചെടിയുടെ ഇടയിൽ കൂടുകൂട്ടിയ ഇരട്ടത്തലച്ചി ബുൾബുൾ. ദേ, ഈ ചെത്തിയുടെ ഇടയിലാണ് അവർ കൂടുകൂട്ടിയിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, അവർ 2 മുട്ടയിട്ടിട്ടുണ്ട്. ഇരട്ടത്തലച്ചി 2 മുതൽ 5 വരെ മുട്ടകൾ ഇടാറുണ്ട്. നല്ല ബ്രൗൺ കളർ കുത്തുകുത്തുള്ള കാണാൻ ഭംഗിയുള്ള മുട്ടകളാണ് ഇവരുടേത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഇനിയുള്ള വിശേഷം ഞാൻ കാണിക്കാം. കണ്ടില്ലേ, ആ 2 മുട്ടകളും വിരിഞ്ഞു. അച്ഛനെയും അമ്മേനെയും കാത്തിരിക്കുന്ന 2 കുഞ്ഞുങ്ങൾ. ഓരോ ദിവസം കഴിയുന്തോറും ആ കുഞ്ഞുക്കിളിയുടെ ദേഹത്ത് തൂവൽ കൂടി വന്നിരുന്നു. അതാ കണ്ടില്ലേ, കുഞ്ഞുങ്ങൾ കുറച്ചും കൂടി വലുതായില്ലേ. ഇരട്ടത്തലച്ചിയുടെ മുട്ട വിരിയാൻ 14 ദിവസം എടുക്കും. ജനുവരി മുതൽ ഒക്ടോബർ വരെയാണ് ഇവരുടെ പ്രജനന കാലം. മനുഷ്യവാസം കൂടുതലുള്ള സ്ഥലങ്ങളിലും വീടിനകത്ത് വരെയും ഇവർ കൂടുകൾ കൂട്ടാറുണ്ട്. മനുഷ്യരുടെ കൂടുകൾ നോക്കിയാലും അത്ര പ്രശ്നമാക്കാറില്ല ഇവർ. ഞാൻ നിങ്ങളെ ഒരു അടിപൊളി കാഴ്ച കാണിക്കാം. തീറ്റയുമായി വരുന്ന തള്ളക്കിളി. കണ്ടോ, കുഞ്ഞക്കിളികളുടെ അപ്പി കഴിക്കുന്നത് കണ്ടോ. ചില കിളികൾ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, 2 മുതൽ 5 വരെയുള്ള മുട്ടകൾ ഇടുമെന്നും വീടിനകത്ത് കൂട് കൂട്ടുമെന്നും മനുഷ്യർ നോക്കിയാൽ പ്രശ്നമില്ലെന്നും. ഈ കാഴ്ചകൾ നിങ്ങൾ കണ്ടു നോക്ക്. ഇത് വാപ്പയുടെ ഫ്രണ്ടിന്റെ വീടിനകത്ത് ഇരട്ടത്തലച്ചി ബുൾബുൾ മുട്ടയിട്ടതാണ്. കണ്ടില്ലേ, ഇവിടെ 5 മുട്ടകൾ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരു ദിവസം ഇവിടെ പോയി എടുത്ത വീഡിയോ ആണിത്. 2ാം നിലയിലെ ഒഴിഞ്ഞ റൂമിലാണ് ഇവർ മുട്ടയിട്ടിരിക്കുന്നത്. ഇവരെ ചെന്ന് നോക്കുമ്പോഴും ഇവർക്കത്ര പ്രശ്നമില്ലായിരുന്നു. ചെത്തിച്ചെടിയിൽ കൂടുകൂട്ടിയ കിളികളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ വാ തുറന്നു വരുന്ന കുഞ്ഞുങ്ങളെ കണ്ടില്ലേ, എന്ത് രസമല്ലേ. അമ്മയും അച്ഛനും ഭക്ഷണം കൊണ്ടുവരുവാണെന്ന് ഓർത്തായിരിക്കും അവർ വാ തുറന്നു വരുന്നത്. കുഞ്ഞക്കിളികൾ 2ഉം ഇപ്പോൾ കുറച്ചും കൂടി വലുതായിട്ടുണ്ട്. കണ്ടില്ലേ, കുറെ കൂടി തൂവലുകൾ വന്നു. ഏകദേശം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഞങ്ങൾ ക്യാമറ ഓണാക്കി ചെടിയിൽ കെട്ടിവെച്ചായി ഷോട്ടെല്ലാം എടുത്തത്. കേരളത്തിൽ സർവ്വസാധാരണമായി കാണുന്ന കിളിയാണ് ബുൾബുൾ. ഇംഗ്ലീഷിൽ ഇവരെ റെഡ് വിസ്കേഡ് ബുൾബുൾ അല്ലെങ്കിൽ ക്രസ്റ്റഡ് ബുൾബുൾ എന്ന് വിളിക്കുന്ന ഇവരുടെ ശാസ്ത്രീയ നാമം പൈക്നോനോട്ടസ് ജോക്കോസസ് എന്നാണ്. പൈക്നോനോട്ടിഡെ എന്ന ബുൾബുൾ പക്ഷിയുടെ കുടുംബത്തിലെ അംഗമാണ് ഇവർ. ഇവർ ഇന്ത്യ കൂടാതെ ബംഗ്ലാദേശ്, നേപ്പാൾ, ചൈന, തായ്ലൻഡ്, മ്യാൻമാർ തുടങ്ങിയ തെക്കനേഷ്യൻ രാജ്യങ്ങളിൽ ഇവരെ കാണപ്പെടുന്നു. ദിവസവും കുളിക്കാൻ ഇഷ്ടപ്പെടുന്ന കിളികളാണ് ഇവർ. ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. കേൾക്കാൻ ഇമ്പമുള്ള പല പല ശബ്ദങ്ങൾ ഇവർ പുറപ്പെടുവിക്കുന്നു. പുഴുക്കളും കീടങ്ങളും പ്രാണികളും പഴവർഗ്ഗങ്ങളുമാണ് ഇവരുടെ ഭക്ഷണം. കാഴ്ചകൾ തീർന്നില്ല, ഇനിയുമുണ്ട്. കണ്ടില്ലേ, കുഞ്ഞുങ്ങൾ കുറെ വലുതായിട്ടോ. ഏകദേശം പറക്കാറായി. അമ്മക്കിളി കുഞ്ഞുങ്ങളെ വെളിയിൽ കൊണ്ടുള്ള തയ്യാറെടുപ്പില്ല. തൂവലൊക്കെ ചീകി ഒതുക്കുന്ന കുഞ്ഞിക്കിളി. തള്ളക്കിളി അപ്പുറത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. പിന്നെയും ഇങ്ങനെ ചാടിക്കളിക്കുന്നത് അവരെ വെളിയിൽ കൊണ്ടുപോകാനാ. ഒരാള് ആ ചെറിയ ചില്ലിക്കമ്പിൽ കയറിയിരുന്നു. കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ അമ്മയും അച്ഛനും കൂടിൻ്റെ വെളിയിൽ വന്ന് കുഞ്ഞുങ്ങളെ വിളിക്കും. ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും ചുണ്ടിൽ ഭക്ഷണങ്ങൾ കാണും. ഭക്ഷണം കാണിച്ച് അവരെ വെളിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കൂടിൻ്റെ വെളിയിൽ ഇറക്കി ഓരോ ചില്ലകളിലൂടെയും ചാടി വെളിയിൽ കൊണ്ടുവന്ന് അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പറവ പഠിപ്പിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കുഞ്ഞുങ്ങളെ പറവ പഠിപ്പിക്കാനാണ് കൊണ്ടുപോകുന്നതെന്ന്. എന്ത് രസമാണല്ലേ നമ്മുടെ പ്രകൃതിയിലുള്ള ഇതുപോലുള്ള കാഴ്ചകൾ. ഈ വീഡിയോ എടുത്തതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു യാത്ര ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ഞാൻ പോയപ്പോൾ കണ്ടത് കുഞ്ഞുങ്ങൾ അവിടെ ഇല്ല. അച്ഛനും അമ്മയും അവരെ കൊണ്ടുപോയെന്ന് നമുക്ക് വിശ്വസിക്കാം. അവരുടെ മനോഹര ലോകത്ത് അവർ പറന്നു നടക്കട്ടെ. എനിക്കവരെ കാണാതായപ്പോൾ സങ്കടം വന്നു, ശരിക്കും സങ്കടം വന്നു.